നമസ്കാരം. ബലിപീഠം, ദേവാലയത്തിലെ യാഗപീഠം. വൈദികൻ എങ്ങോട്ട് തിരിയണം? ബലിപീഠത്തിലേക്ക് തിരിഞ്ഞു നിൽക്കണോ, കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണോ, അതോ ജനങ്ങളെ അഭിമുഖമായി നിൽക്കണോ? ഇപ്പോൾ എറണാകുളം, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ രൂപതകളിൽ വലിയ ചർച്ചകൾ നടക്കുകയാണല്ലോ. വാസ്തവത്തിൽ ഈ ചർച്ച ഇപ്പോൾ തുടങ്ങിയതല്ല. 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ വന്ന് അപ്പോഴാണ് ഈ പുതിയ ആരാധനാക്രമം ഉദ്ഘാടനം ചെയ്തത്. 1989 മുതൽ അത് നമ്മുടെ തെക്കും വടക്കുമുള്ള രൂപതകളിലൊക്കെ ചൊല്ലാൻ തുടങ്ങി. വൈദികർ ബലിപീഠത്തിലേക്ക് തിരിഞ്ഞ് കുർബാന ചൊല്ലുന്നു. ആ സമയത്ത് ഇരിങ്ങാലക്കുട രൂപതയിൽ പാസ്റ്റർ കൗൺസിലിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. വൈദികൻ എങ്ങോട്ട് തിരിയണം എന്നുള്ളതായിരുന്നു ചർച്ച. ഇങ്ങനെ മൂർധന്യത്തിലെത്തിയപ്പോൾ MC പോളേട്ടൻ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഈ പാസ്റ്റർ കൗൺസിലിൽ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിനോട് പറഞ്ഞു, ആര് എവിടേക്ക് തിരിയുന്ന കാര്യമാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? ജനങ്ങളെല്ലാവരും കർത്താവിലേക്ക്, ബലിപീഠത്തിലേക്ക് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണേ. വൈദികൻ മാത്രമാണ് ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കണേ. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണോ, ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണോ? ഒരാൾ തിരിയുന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യണേ. ഞങ്ങൾ തിരിയുന്നതിനെക്കുറിച്ചല്ലല്ലോ. നിങ്ങളിൽ ഒരു പുരോഹിതൻ തിരിയുന്നതിനെക്കുറിച്ചാണ്. അത് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഞങ്ങളെ അറിയിച്ചാൽ പോരെ? ഞങ്ങളുടെ സമയം എന്തിനു വേസ്റ്റ് ചെയ്യണു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിനകത്തൊരു കാര്യമുണ്ട്, എന്നാൽ അതിൽ ഒരു പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ആദ്യം ഒരു ചോദ്യം. എന്താണ് ബലിപീഠം? കർത്താവ് എന്താണ് ബലിപീഠത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. യേശു പറയുന്നു, നിങ്ങൾ പറയുന്നു, ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല. എന്നാൽ ബലിപീഠത്തിലെ കാഴ്ചവസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. അന്ധരേ, ഏതാണ് വലുത്? കാഴ്ചവസ്തുവോ, കാഴ്ചവസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ? ഇന്ന് കർത്താവ് നമ്മളോട് ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യമാണ്. അന്ധരേ, ഏതാണ് വലുത്? ആ ബലിപീഠത്തിൽ വയ്ക്കുന്ന വഴിപാട് കാഴ്ചവസ്തുവാണോ, അതോ ആ യാഗപീഠം, ആ ബലിപീഠമാണോ? ബലിപീഠമല്ലേ ഈ കാഴ്ചവസ്തുവിനെ പവിത്രമാക്കുന്നത്, വിശുദ്ധമാക്കുന്നത് എന്നാണ് യേശു ചോദിച്ചത്. അപ്പോൾ ബലിപീഠം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, മെത്രാനച്ചന് മാത്രമേ ബലിപീഠം അനോയിന്റ് ചെയ്യാൻ, അഭിഷേകം ചെയ്യാനായിട്ട് അധികാരമുള്ളൂ. വൈദികർക്ക് അധികാരമില്ല. അതാ ശ്ലൈഹിക പിന്തുടർച്ചയിൽ കുരിശിൽ നിന്ന്, യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് വരുന്ന ആ കൈവപ്പ് വഴി ഉണ്ടാകേണ്ട അഭിഷേകമാണ് ഈ ബലിപീഠത്തിൻ്റെത്. ഈ ബലിപീഠത്തെക്കുറിച്ച് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ 1182 ആ സംഖ്യയിൽ അത് ഞാനൊന്ന് വായിക്കാം. ഞാൻ ഇംഗ്ലീഷ് വായിച്ചിട്ട് ഞാൻ മലയാളം പറയാം. ദ ഓൾട്ടർ ഓഫ് ദ ന്യൂ കവനന്റ് ഈസ് ദ ലോർഡ്സ് ക്രോസ്. പുതിയ ഉടമ്പടിയുടെ ബലിപീഠം, യാഗപീഠം കർത്താവിൻ്റെ കുരിശാണ്. ഫ്രം വിച്ച് ദ സാക്രമെന്റ്സ് ഓഫ് ദ പാസ്കൽ മിസ്റ്ററി ഫ്ലോ. പെസഹാരഹസ്യത്തിൻ്റെ ആ കൂദാശകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. ഓൺ ദി ഓൾട്ടർ വിച്ച് ഇസ് ദ സെൻറ്റർ ഓഫ് ദ ചേർച്ച്, ദ സാക്രിഫൈസ് ഓഫ് ദ ക്രോസ് ഇസ് മെയ്ഡ് പ്രസന്റ് അണ്ടർ സാക്രമെന്റൽ സയൻസ്. ബലിപീഠത്തിൽ, ദേവാലയത്തിൻ്റെ കേന്ദ്രമായ ബലിപീഠത്തിൽ കുരിശിലെ ബലി ഇപ്പോൾ സന്നിഹിതമാകുകയാണ് കൂദാശപരമായ, കൗദാശികമായ അടയാളങ്ങളിലൂടെ. ദ ഓൾട്ടർ ഈസ് ഓൾസോ ദ ടേബിൾ ഓഫ് ദ ലോർഡ് ടു വിച്ച് ദ പീപ്പിൾ ഓഫ് ഗോഡ് ആർ ഇൻവൈറ്റഡ്. കർത്താവിൻ്റെ മേശയാണത്, ഊട്ടുമേശ. അവിടേക്ക് ജനങ്ങൾ ക്ഷണിച്ചിരിക്കുന്നു. ഇൻ സർട്ടൻ ഈസ്റ്റേൺ ലിറ്റർജീസ് ദ ഓൾട്ടർ ഈസ് ഓൾസോ ദ സിംബിൾ ഓഫ് ദ ടൂം. ക്രൈസ്റ്റ് ട്രൂലി ഡൈഡ് ആൻഡ് ഈസ് ട്രൂലി റിസൺ. പൗരസ്ത്യ റീത്തുകളിൽ, പൗരസ്ത്യ സഭകളിൽ ബലിപീഠം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കുടീരമാണ്, ശവകുടീരമാണ്. കർത്താവിനെ സംസ്കരിച്ചതിനും അതേ സ്ഥലത്താണ് കർത്താവ് ഉത്ഥാനം ചെയ്തത്. കർത്താവിനെ എവിടെയാണ് സംസ്കരിച്ചത്, അവിടെയാണ് ഉത്ഥാനവും. അപ്പം കർത്താവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും കേന്ദ്ര സ്ഥലമാണ് ഈ ശവകുടീരം. ആ ശവകുടീരമാണ് ഈ ബലിപീഠം എന്ന് പറയുന്നത്. അതിനാൽ ബലിപീഠത്തിൽ എന്ത് വെച്ചാലും അത് വിശുദ്ധമാകും, പവിത്രമാകും എന്നതാണ് സങ്കല്പം. ആ ബലിപീഠത്തിലേക്ക് തിരിഞ്ഞാണ് കുർബാന അർപ്പിച്ചിരുന്നത് 2000 വർഷം.
2000 വർഷം. പിന്നെ എന്ത് സംഭവിച്ചു? രണ്ടാം വത്തിക്കൻ സൂനോദോസിൽ 1964 ഒരു ഡോക്യുമെൻറ്റിൽ, ആ ഡോക്യുമെൻറ്റിൽ ഒരു വാചകം ഇങ്ങനെ പറഞ്ഞു. ഞാൻ അതൊന്ന് ആ വാചകം ഒന്ന് വായിക്കാം. 1964 ഒരു ഇൻസ്ട്രക്ഷൻ, ലിറ്റർജിയെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻ. It is good that the main altar be detached from the wall to be able to turn around easily and celebrate versus populum. അതായത് മെയിൻ അൾത്താര ബലിപീഠം ഒരല്പം ഒന്ന് ഈ കിഴക്കേ മതിൽ ചുമരുണ്ടല്ലോ, കുരിശു വെച്ചിരിക്കുന്ന ചുമരിൽ നിന്ന് ഒരല്പം മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് തിരിയാൻ, അതായത് സമാധാനം കൊടുക്കാനും അതിനുവേണ്ടി തിരിയുക, ആ സമയത്ത് തിരിയാൻ എളുപ്പമുണ്ടാകും. കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന വൈദികൻ ജനങ്ങളെ ആശീർവദിക്കാൻ ജനങ്ങൾക്ക് തിരിയണം. അങ്ങനെ തിരിയാൻ സൗകര്യത്തിന് ബലിപീഠം പണിയണമെന്നാണ് നിർദ്ദേശം. പക്ഷേ അത് അച്ഛന്മാരെന്ത് ചെയ്തു? എല്ലാവരും മുഴുവൻ നേരം ജനങ്ങൾക്ക് തിരിയാനായിട്ട് ഇടയായി. അത് തിരുത്തണമെന്ന് വത്തിക്കാനിൽ നിന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെട്ടെന്നത് ഈ നമുക്ക് പോലീസും പട്ടാളമൊന്നും ഇല്ലല്ലോ കത്തോലിക്ക സഭയിൽ. വത്തിക്കാൻ പറഞ്ഞാലും മെത്രന്മാരത് അത് ഏറ്റെടുക്കണം, വൈദികരത് ഉൾക്കൊള്ളണം. അങ്ങനെ ഒരു അനുസരണത്തിൻ്റെ രീതിയാണ് കത്തോലിക്ക സഭയിൽ. ദൈവരാജ്യത്തിന് പോലീസും പട്ടാളവും നടപ്പാക്കാൻ വകുപ്പുകൾ വേറെ ഇല്ല. ഈ വിശ്വാസത്തിലുള്ള അനുസരണമാണ്. അതില്ലാത്തത് കൊണ്ട് പറഞ്ഞിട്ടും ചെയ്യുന്നില്ല. അതാണ് സംഭവിച്ചത്. അതേക്കുറിച്ച് ഈ ബെനഡിക്ട് മാർപ്പാപ്പ ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം കൂടി ഞാനൊന്ന് പറയാം. The turning of the priest toward the people has turned the community into a self-enclosed circle. വൈദികൻ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ സ്വയം അടച്ചുപൂട്ടപ്പെട്ട ഒരു വൃത്തമായി മാറി. നമ്മിൽ നിന്നും പുറത്ത് കടന്ന് ദൈവത്തിലേക്ക് നോക്കി, ഉന്നതങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതിന് പകരം പരസ്പരം നോക്കി ഇരിക്കുന്ന ഒരു വൃത്തമായി, ഒരു സ്വാർത്ഥ പ്രേരിത വൃത്തമായി മാറി. In its outward form, it no longer opens out on what lies ahead and above, but is locked into itself. അങ്ങനെ നിൽക്കുന്നത് തന്നെ ഈ നമുക്ക് മുകളിലുള്ള, നമുക്ക് ഉന്നതമായ മുമ്പിൽ കിടക്കുന്ന അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യമായ രഹസ്യം, ദൈവം എന്ന രഹസ്യം അതിലേക്ക് തിരിയാതെ സ്വയം നമ്മൾ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ അടച്ചുപൂട്ടപ്പെട്ടു. The common turning toward the east was not a celebration toward the wall. കിഴക്കോട്ട് തിരിഞ്ഞ് വൈദികരും ജനങ്ങളും പ്രാർത്ഥിക്കുന്നത് ചുമരിനെ നോക്കി പ്രാർത്ഥിക്കലല്ല. It did not mean that the priest had his back to the people. പുരോഹിതൻ അവൻ്റെ പുറകുവശം ജനങ്ങളെ കാണിക്കുന്നു എന്നും അർത്ഥം അവിടെയില്ല. എല്ലാ ജനങ്ങളും കിഴക്കോട്ട് തിരിഞ്ഞാലും നിൽക്കണേ. അപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പള്ളിയിൽ നിൽക്കുന്ന ജനങ്ങൾ, അവർ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം ബാക്കാണോ കാണിക്കണേ? ആരെങ്കിലും ബാക്ക് നോക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും ദൈവത്തിലേക്കല്ലേ നോക്കണേ. ഈ അടുത്ത കാലത്തുള്ള ഒരു തമാശ, ഞാൻ തമാശ അങ്ങനെ തന്നെ പറയാണ്, വാക്കുകൾ ഇച്ചിരി മോശമാണ് എങ്കിലും പറയാണ്. ഈ ഒരച്ഛൻ അൽമായരോട് ചോദിച്ചു, നിങ്ങൾക്കപ്പോൾ എൻ്റെ ബാക്ക് കാണണമല്ലേ? ഞാൻ ആൾത്താരിലേക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ബാക്ക് കാണണമല്ലേ? അപ്പോൾ കേട്ടുന്നൊരു സ്ത്രീ പറഞ്ഞു, അച്ഛന്മാർക്ക് ഞങ്ങളുടെ ഫ്രണ്ട്, ഞങ്ങളുടെ മുല കാണണോ? ശരിയല്ലേ? അച്ഛന്മാർ കർത്താവിലേക്ക് തിരിഞ്ഞല്ലേ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ കുട്ടികൾ മൊബൈൽ നോക്കി കളിക്കും. അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവരാണ്. അച്ഛന്മാർ പള്ളിയിൽ അച്ഛന്മാരുടെ ചിട്ട നോക്കാൻ വേണ്ടി വരുന്നവരല്ല. മാത്രമല്ല, അച്ഛന്മാരെ പേടിച്ചിട്ടാണോ ജനം പള്ളി വരണേ? ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടല്ലേ. പിന്നെ അച്ഛന്മാർ ഇവരൊക്കെ നിയന്ത്രിക്കാൻ നിൽക്കുകയാണെങ്കിൽ അച്ഛന്മാരെ എപ്പോഴാണ് പ്രാർത്ഥിക്കുക? ഈ ജനങ്ങൾ അച്ചടക്കത്ര നിൽക്കില്ല എന്നാണ് അച്ഛന്മാർ വിചാരിക്കുന്നെങ്കിൽ അച്ഛന്മാർ പ്രാർത്ഥിക്കുകയാണോ അതോ ജനങ്ങളെ നോക്കി കണ്ണൂരിട്ടുകയാണോ? പ്രാർത്ഥിക്കല്ലേ വേണ്ടത് അച്ഛന്മാർ. അതുകൊണ്ട് വീണ്ടും മാർപ്പാപ്പ പറയാണ്, ദ പ്രീസ്റ്റ് ഹിംസെൽഫ് വാസ് നോട്ട് റിഗാർഡഡ് സോ ഇമ്പോർട്ടൻറ്റ്. പുരോഹിതൻ അത്ര പ്രധാനപ്പെട്ടവനല്ല, ആനിമേറ്റഡ് ഇൻസ്ട്രുമെൻ്റ് എന്നാണ് തോമസ് അക്വിനാസ് പറയണേ. യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ചലിപ്പിക്കപ്പെട്ട ഒരു ഉപകരണമാണ് പുരോഹിതൻ. യേശുക്രിസ്തുവിനോടൊപ്പം അവൻ്റെ വചനം പറയാൻ വേണ്ടി അഭിഷേകം കിട്ടി. അങ്ങനെയുള്ളവനാണ് പുരോഹിതൻ. അപ്പോൾ യേശുക്രിസ്തുവിനോടൊപ്പം ആ പോയിന്റിനാണ് പ്രാധാന്യം. അതിനെ അപ്രസക്തമാക്കുന്ന തരത്തിൽ അച്ഛൻ ആരാധനയുടെ കേന്ദ്രമാകാൻ പാടില്ല എന്നാണ്
വത്തിക്കാൻ സുഗുണദോസ് പഠിപ്പിച്ചതും മാർപ്പാപ്പന്മാർ പഠിപ്പിക്കുന്നതും മെത്രാന്മാർ പഠിപ്പിക്കുന്നതും അത് മാറാൻ പാടില്ലെന്നാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, പണ്ട് കുർബാന അർപ്പിക്കാനായിട്ട് അച്ഛന്മാർ യാത്രയിലാണെങ്കിൽ ഒരു ബലിപീഠം കൊണ്ടുപോകുമായിരുന്നു. കുർബാനക്കല്ല് എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക. പോർട്ടബിൾ ഓൾട്ടർ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ. അത് വേറെ എങ്ങും വെക്കാൻ പറ്റില്ല, ആൾക്കാരിൽ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ, അത് ബലിപീഠത്തിൽ മാത്രം. അതുകൊണ്ട് പണ്ടത്തെ ബലിപീഠത്തിലെല്ലാം നടുക്കൊരു കുഴി കാണാം. അവിടെ ഈ കുർബാനക്കല്ല് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അച്ഛന് യാത്ര ചെയ്യേണ്ടി വന്നാൽ, കുർബാന അർപ്പിക്കേണ്ടി വന്നാൽ, ബലിപീഠമല്ലാണ്ട് കുർബാന അർപ്പിക്കാൻ പറ്റില്ല. ഒരു ഡൈനിങ് ടേബിൾ വലിച്ചിട്ട് കുർബാന അർപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ കുർബാന അർപ്പിക്കണമെങ്കിൽ അതിന് അച്ഛൻ കൊണ്ടുപോകേണ്ട യാമപ്രാർത്ഥനാ പുസ്തകത്തോടൊപ്പം കൊണ്ടുപോകേണ്ട ഒരു സംഗതിയായിരുന്നു കുർബാനക്കല്ല്. ബലിപീഠമില്ലാതെ ബലി അർപ്പിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ കുരിശാണ്, കർത്താവിൻ്റെ കബരിടമാണ്, കർത്താവിൻ്റെ മേശയാണ് ബലിപീഠം. ആ ബലിപീഠമാണ് ബലിവസ്തുവിനെ പവിത്രമാക്കുന്നതെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അതിനാൽ ആ ബലിപീഠത്തിലേക്ക് തിരിഞ്ഞ് വേണം അച്ഛന്മാർ കുർബാന അർപ്പിക്കാൻ. 2000 വർഷങ്ങൾ അങ്ങനെയായിരുന്നു. 2000 വർഷം. രണ്ടാം വത്തിക്കാൻ സുഗുണദോസിലെ ഒരു വാക്ക് തെറ്റിദ്ധരിച്ചിട്ടോ അമിതമായ സ്വാതന്ത്ര്യമായിട്ട് പുരോഹിതന്മാർ ഉപയോഗിച്ചിട്ടോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ളൂ. 64 ശേഷം, 64 ഞാൻ ജനിച്ചത്. ആ വർഷം തൊട്ടാണ് ഈ ജനങ്ങൾക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിക്കാം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ജനങ്ങൾക്ക് തിരിയാൻ സൗകര്യം വേണം. എന്തിനാ? ആശീർവദിക്കാൻ. അതായത് ബലിപീഠത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അച്ഛൻ ജനങ്ങൾ ആശീർവദിക്കാൻ തിരിയാനുള്ള സൗകര്യത്തിന് ബലിപീഠം ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെയാണ് ആംപ്ലിഫൈ ചെയ്തിട്ട് ഈ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് കുർബാന എന്നുള്ള ഒരു പോയിന്റ് വന്നത്. അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചത് ആത്മീയത നഷ്ടപ്പെട്ടു. ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥന പോലെ മാത്രമായി, കരിസ്മാറ്റിക് പോലും പറയാൻ പറ്റില്ല, ഒരു വട്ടം കൂടിയിരുന്നുള്ളൊരു പ്രാർത്ഥന പോലെ എന്ന് മാറി കുർബാന. അത് പാടില്ല എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പ മുൻപത്തെ, അതായത് മുമ്പ് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന ആ പ്രാർത്ഥന, ആ കുർബാന മാസത്തിലൊരിക്കൽ ചൊല്ലാനായിട്ട് അനുവാദം കൊടുത്തത്. അത് പതുക്കെ പതുക്കെ ഈ പഴയതിലേക്ക് പോകാനുള്ള സഭയുടെ ഒരു നീക്കമാണത്. നമ്മൾ അതിനോട് സഹകരിക്കുകയാണ് വേണ്ടത്. വൈദികർ ലിറ്റർജി പഠിക്കണം. ഈ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി അച്ഛന്മാരൊന്ന് വായിക്കുക. അത് ജോസഫ് റാറ്റ്സിംഗർ എഴുതിയ, പിന്നെ അദ്ദേഹം ബെനഡിക്ട് മാർപ്പാപ്പയാണ്, അദ്ദേഹം എഴുതിയ ഒരു അത്ര വളരെ ശ്രേഷ്ഠമായ പുസ്തകം മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിക്കുക. രണ്ടാം വത്തിക്കാൻ സുഗുണദോസിൻ്റെ ഡോക്യുമെൻ്റ് ഒന്ന് വായിക്കുക. വത്തിക്കലിൽ ഇറങ്ങിയിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒന്ന് വായിക്കുക. എന്നിട്ട് സഭയോട് ചേർന്ന് കർത്താവിലേക്ക് തിരിഞ്ഞ്, ജനങ്ങളെല്ലാം കർത്താവിലേക്ക് തിരിഞ്ഞ് നിൽക്കണു, നമ്മളെല്ലാം കർത്താവിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന രീതി ഉണ്ടാകുക. ബലിപീഠത്തിൽ മറ്റൊരു സംഗതിയും വെക്കരുത്. ഇനി ജനങ്ങൾക്ക് അഭിമുഖമായി കുർബാന അർപ്പിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കുരിശിന് മുമ്പിൽ വെക്കണം. അച്ഛൻ്റെ മുഖം മറയുന്ന തരത്തിൽ വെക്കണമെന്നാണ് വത്തിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അച്ഛനെ ജനങ്ങളെ കാണാൻ പാടില്ലെന്നാ. ജനങ്ങൾക്ക് തിരിഞ്ഞാണ് അച്ഛൻ കുർബാന അർപ്പിക്കുന്നെങ്കിൽ അച്ഛൻ്റെ മുഖം മറയാവുന്ന തരത്തിൽ കുരിശുരൂപം വെക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അച്ഛനെ നോക്കിയല്ല ജനങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവിനെ നോക്കിയാണ്.